ഹായ് ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മുടെ സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനൽ ഫസ്റ്റ് ടൈം പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്കായി ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുകയും നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാമിന് വേണ്ടി ഏറ്റവും അടുത്ത ഒരു റിവിഷനായിട്ട് നമ്മളിതിനെ പരിഗണിക്കുകയും ചെയ്യുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഫസ്റ്റ് ടൈം എക്സാം നിങ്ങൾക്ക് ഒരു നല്ല ഒരു സൂപ്പർ ഒരു വിജയത്തിലേക്ക് നിങ്ങളെ എത്തിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മുടെ പാറ്റേൺ അനുസരിച്ച് നമ്മുടെ SCERT നമുക്ക് തന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അതേ പാറ്റേൺ അനുസരിച്ച് തന്നെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസും സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ആൻസേഴ്സ് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് കാണാം. ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് 1 to 4. അപ്പോൾ ആദ്യം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ SCERTയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ ഇൻസ്ട്രക്ഷൻ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ ആൻസറിലേക്ക് പോകാൻ. ക്വസ്റ്റ്യൻ നമ്പർ ഇടാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ ഈസ് മസ്റ്റ്. നമ്മുടെ ആൻസർ ഷീറ്റിൽ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഡച്ച് ലോസ് ദെയർ സൂപ്രമസി ഇൻ ഇന്ത്യ, മെൻഷൻ ദ വാർ. ഏത് വാറിലാണ് ഡച്ചുകാർക്ക് ഇന്ത്യയിൽ അവരുടെ സൂപ്രമസി ലോസ്റ്റ് ആയി പോയത്, നഷ്ടപ്പെട്ടു പോയത്, അവർ തോൽപ്പിക്കപ്പെട്ട ആ ബാറ്റിൽ ഏതായിരുന്നു, അല്ലെങ്കിൽ ആ വാർ ഏതായിരുന്നു? 3 ആൻസേഴ്സാണ് തന്നിരിക്കുക. ബാറ്റിൽ ഓഫ് ബോക്സർ, കർണാട്ടിക് വാർ, ബാറ്റിൽ ഓഫ് കൊളച്ചൻ. അപ്പോൾ ഇതിലെ കറക്റ്റ് ആൻസർ 1 എന്ന് നമ്പർ ഇട്ടിട്ട് യു ഹാവ് ടു റൈറ്റ് ദ കറക്റ്റ് ആൻസർ ഓൺലി. ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2, ഫൗണ്ടർ ഓഫ് രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്ന ആ ഒരു സോഷ്യൽ റീഫോം മൂവ്മെൻറ്റിൻ്റെ ഫൗണ്ടർ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി, രാജാറാം മോഹൻ റോയ്, സ്വാമി വിവേകാനന്ദ. കറക്റ്റ് ആൻസർ യു ഹാവ് ടു റൈറ്റ് ദ കറക്റ്റ് ആൻസർ ഓൺലി. ഓക്കെ. ആരാണ് ഇതിൻ്റെ രാമകൃഷ്ണ മിഷൻ ഫൗണ്ടർ? ദെൻ ദ തേർഡ് ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ ടൈം സോൺസ് ഇൻ ദ വേൾഡ്. നമ്മുടെ ലോകത്ത് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡുകളെ എത്ര ടൈം സോണുകളായി, ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ചെയ്തുകൊണ്ട് എത്ര ടൈം സോണുകളാണുള്ളത്? 360, 82.5, 24. യു ഹാവ് ടു റൈറ്റ് ദ കറക്റ്റ് ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ ഇക്കണോമിസ്റ്റ് ഹൂ ഡെവലപ്പ് ഹിസ് തിയറി ഓഫ് സർപ്ലസ് വാല്യൂ. നമ്മൾ ഫോറിൻ ഇക്കണോമിസ്റ്റുകളെയും ഇന്ത്യൻ ഇക്കണോമിസ്റ്റുകളെയും നമ്മുടെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ആരാണ് തിയറി ഓഫ് സർപ്ലസ് വാല്യൂ, ആ തിയറി ഡെവലപ്പ് ചെയ്ത ഇക്കണോമിസ്റ്റ് ആരാണ്? ആഡം സ്മിത്ത്, കാൾ മാർക്സ്, ആൽഫ്രഡ് മാർഷൽ. യു ഹാവ് ടു റൈറ്റ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. അപ്പം 1 to 4 ക്വസ്റ്റ്യൻസ് ഇതോടെ ക്ലോസ് ആവുകയാണ്. എല്ലാ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ടായിരിക്കും. 4 ചാപ്റ്റേഴ്സാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. എല്ലാ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ കാണും. ഓക്കെ. 1 മാർക്കാണ് നമുക്ക് കിട്ടുന്ന സ്കോർ. സോ വി ഹാവ് ടു റൈറ്റ് ഓൺലി ദ കറക്റ്റ് വേർഡ്. ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5 to 7, 2 സ്കോർ. അപ്പോൾ ഇനി 2 സ്കോറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. യു ഹാവ് ടു റൈറ്റ് 2 points or 3 points. ഓക്കെ. 2 or 3 points. ദാറ്റ് ഈസ് ദ ഇൻസ്ട്രക്ഷൻ. അപ്പം നിങ്ങൾ 2 സ്കോറുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതുമ്പോൾ 2 പോയിൻ്റ് മിനിമം എഴുതുക. 3 points വരെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് വേർ ദ റീസൺസ് ഫോർ ആറ്റിങ്ങൽ റിവോൾട്ട്. എന്താണ് ഈ ആറ്റിങ്ങൽ റിവോൾട്ടിൻ്റെ പ്രത്യേകത? ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പീപ്പിൾ ഇൻവോൾവ് ആയ, കുറേ ആളുകൾ ഒന്നിച്ച് ഇൻവോൾവ് ആയ ആദ്യത്തെ റിവോൾട്ടാണ് ആറ്റിങ്ങൽ റിവോൾട്ട്. ഓക്കെ. ആ ആറ്റിങ്ങൽ പ്രദേശത്തെ ആളുകൾ ഒരുമിച്ച് കൂടി ബ്രിട്ടീഷുകാരെ എതിർക്കുകയും അവരെ കുറച്ച് പേരെ കൊല്ലുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ റീസൺസ് ആണ് ചോദിക്കുക. വാട്ട് വാസ് ദ റീസൺ? അപ്പോൾ ആറ്റിങ്ങൽ റാണിയോടുള്ള എതിർപ്പോ അങ്ങനെ ചില റീസൺസ് അതിനകത്തുണ്ട്. സോ യു ഹാവ് ടു റൈറ്റ് 2 reasons മിനിമം. ഓക്കെ. റൈറ്റ് എനി 2 സോഷ്യൽ റീഫോം ആക്ടിവിറ്റീസ് ഓഫ് പണ്ഡിത രമാഭായി. നമുക്കറിയാം സോഷ്യൽ റീഫോർമേഴ്സിൽ ഒരു
വുമൺ എന്ന് പറയാവുന്ന, ഒരു സ്ത്രീ എന്ന് പറയാവുന്ന ഒരു റീഫോർമറാണ് പണ്ഡിത രമാഭായ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സോഷ്യൽ റീഫോം ആക്ടിവിറ്റീസ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ 2 എണ്ണമെങ്കിലും എഴുതുക. അത് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമുള്ള 2 സോഷ്യൽ റീഫോം ആക്ടിവിറ്റീസാണ്. നിങ്ങൾക്ക് അത് നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, ടീച്ചറിൻ്റെ വീഡിയോയിലുണ്ട്. ആ വീഡിയോ ഒക്കെ ഒരു പ്രാവശ്യം കൂടി കാണാനായിട്ട് ശ്രമിക്കുക. പണ്ഡിത രമാഭായ്, ഓക്കെ, അവരുടെ സോഷ്യൽ റീഫോം ആക്ടിവിറ്റീസ്. ദെൻ 7th ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഇക്വിനോസസ്? നമുക്കറിയാം ഇക്വിനോസസ് 2 എണ്ണമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 2 സ്കോർ ക്വസ്റ്റ്യനായിട്ട് അത് വരുമ്പോൾ ഇക്വിനോസസ് ഏതൊക്കെയാണെന്നും അതൊരു സെൻറ്റൻസ് ആയിട്ട് എഴുതുക. ഇക്വിനോസസ് ആർ മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23. രണ്ടാമത്തെ സെൻറ്റൻസിലെ 3ാമത്തെ സെൻറ്റൻസിലും ഇക്വിനോസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എഴുതുക. ഈക്വൽ ഡേ ആൻഡ് നൈറ്റ്. ഓക്കെ. ദെൻ ദ സൺ, ഇറ്റ് ഈസ് സൺറൈസ് ആർ വെർട്ടിക്കൽ ഇൻ ഇക്വേറ്റർ. ഓക്കെ, ഇക്വിനോസസിനെ പറ്റി എഴുതുക. അപ്പോൾ 2 or 3. ഓക്കെ, അപ്പോൾ 2 മാർക്കിൻ്റെ സ്കോറ് ഇതോടെ ഈ 3 ക്വസ്റ്റ്യൻ കൊണ്ട് അവസാനിച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസ് ഈ രീതി വരും. അതും പല ചാപ്റ്ററുകളിൽ നിന്നായിരിക്കും ഓരോ ക്വസ്റ്റ്യനും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ സെക്കൻഡ്, തേർഡ് അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് വരിക. ഒരേ ചാപ്റ്ററിൽ നിന്ന് ഈ 2 സ്കോറിൻ്റെ 2 ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അടുത്ത് നമുക്ക് 3 സ്കോർ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ക്വസ്റ്റ്യൻസ് 8 to 11. വാട്ട് വെയർ ദ ടാക്സ് പോളിസീസ് ഓഫ് ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ? ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ടാക്സ് പോളിസി 3 പോളിസീസാണ് അവർക്കുള്ളത്, അല്ലേ? പെർമനൻറ്റ് ടാക്സ് റവന്യൂ സിസ്റ്റം, മഹൽവാരി സിസ്റ്റം, റൈറ്റ് വാരി സിസ്റ്റം. അപ്പോൾ അത് എഴുതുക. അതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അതുകൂടെ എഴുതുക. ഓക്കെ, ഈ 3 ടാക്സ് സിസ്റ്റം 3 സെൻറ്റൻസ് ആക്കി എഴുതിയാലും യു ഹാവ് ടു ഗോട്ട് 3 സ്കോർ. ഓക്കെ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് വിൻ്റർ സീസൺ? വിൻ്റർ സീസണിൻ്റെ 3 ഫീച്ചേഴ്സ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3 ഫീച്ചേഴ്സ് വിൻ്റർ സീസൺ, ആ 3 ഫീച്ചറും എഴുതുക. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. സീസൺസ് എല്ലാം നമുക്കൊരു ചാർട്ട് തന്നിട്ടുണ്ട്. ആ ചാർട്ടിനകത്ത് വിൻ്റർ സീസണ് 3 ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുക. ആ 3 ഫീച്ചേഴ്സും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, വിച്ച് ആർ ദ ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ്? എക്സ്പ്ലെയിൻ എനി വൺ. നോക്കുക, ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് 3 എണ്ണമാണുള്ളത്, അല്ലേ? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ whom to produce. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. വാട്ട് ടു പ്രൊഡ്യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹൗ ടു പ്രൊഡ്യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് ഫോർ whom ടു പ്രൊഡ്യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ രണ്ടാമത്തേതല്ലേ ഏറ്റവും എളുപ്പം. ഹൗ ടു പ്രൊഡ്യൂസ്, ദ കൺട്രീസ് ഹാവ് ടു ചൂസ് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക് ഓർ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്. അത്രയും എഴുതിയാൽ തന്നെ നമ്മുടെ ആൻസറായി. ഓക്കെ, അടുത്തത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു ഈ കോറിയോലിസ് എഫക്റ്റ്. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 11. വാട്ട് ഈസ് കോറിയോലിസ് ഇഫക്റ്റ്? കോറിയോലിസ് ഇഫക്റ്റ് എന്താണ്? ഫ്രീലി മൂവിങ് ബോഡി. അക്കോർഡിംഗ് ടു കോറിയോലിസ് ഇഫക്റ്റ്, ബിക്കോസ് ഓഫ് ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്, the freely moving bodies they deflate towards their right in the northern hemisphere and defletes towards left in the southern hemisphere. This is called a Coriolis effect. അപ്പോൾ ആ 3 സെൻറ്റൻസ് എഴുതുക. ഓക്കെ, അപ്പോൾ 8 to 11 ക്വസ്റ്റ്യൻസിന് 3 സ്കോറാണ്. ഇത് എല്ലാ ചാപ്റ്ററിൽ നിന്നും 3 സ്കോർ ക്വസ്റ്റ്യൻസ് കാണും. ഒരേ ചാപ്റ്ററിൽ നിന്ന് ആവർത്തിച്ച് വരാനുള്ള സാധ്യത കുറവാണ്. നമ്മുടെ എല്ലാ ചാപ്റ്ററുകളിൽ നിന്നും ഇതിനകത്ത് ക്വസ്റ്റ്യൻ വരും. ഇതിനകത്ത് 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 1, 2, 3, 4, അല്ലേ? അപ്പോൾ 4 ചാപ്റ്റേഴ്സിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മുടെ 3 സ്കോർ ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, അപ്പോൾ ഇതിന് 3 points or 4 points, 3 or 4 പോയിന്റ്സ് എഴുതിയാൽ മാത്രം മതി. അതിൽ കൂടുതൽ എഴുതേണ്ട ഒരാവശ്യമില്ല. പക്ഷെ കാര്യം എന്താണ്? നമ്മൾ എഴുതുന്നത് പോയിന്റ്സ് തന്നെയായിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻസ് 12 to 30, 2 ക്വസ്റ്റ്യൻ. സ്കോർ എത്രയാണ്? 4 സ്കോർ. പക്ഷേ ഈ ക്വസ്റ്റ്യൻസിനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഓർ ക്വസ്റ്റ്യൻ കാണും. അപ്പോൾ ഓർ ക്വസ്റ്റ്യൻ തരുന്നത് എന്തിനാണ്? കുട്ടികളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു ആൻസർ കുട്ടിക്ക് അറിയത്തില്ലെങ്കിൽ അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി കുട്ടിക്ക് ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. നിനക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതും എഴുതാം കേട്ടോ. നിങ്ങൾക്ക് എത്ര ഒരു സപ്പോർട്ടാണ് കിട്ടുന്നതെന്ന് നോക്കി. ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല തരുന്നത്, 4 സ്കോറുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ
അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ, അതിന് കൂടുതൽ മാർക്ക് കിട്ടും. അപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും മിസ്സായി പോയാൽ നമ്മുടെ അത്രയും മാർക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പം നമ്മുടെ A+, നമ്മുടെ ആ ലെവലൊക്കെ അങ്ങ് താഴോട്ട് പോകും. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇതിൽ ചില ക്വസ്റ്റ്യൻസിന് നമുക്ക് ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കൂൾ ഓഫ് ടൈമിൻ്റെ സമയത്ത് നമ്മൾ ഈ 2 ക്വസ്റ്റ്യനും നന്നായിട്ട് വായിച്ച് നമുക്ക് കൂടുതൽ പോയിൻറ്റ്സ് അറിയാവുന്ന ക്വസ്റ്റ്യൻ ഏതാണെന്ന് സെലക്ട് ചെയ്ത് വെക്കണം. ഓക്കെ, കൂടുതൽ പോയിൻറ്റ്സ് അറിയാവുന്ന ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആയിരിക്കണം നമ്മൾ ആൻസർ എഴുതേണ്ടത്. അല്ലാതെ രണ്ടുകൂടി, ചില കുട്ടികൾ പറയും രണ്ടുകൂടി എഴുതി വെക്കും. ഒരു ക്വസ്റ്റിനകത്തുനിന്നും കുറച്ച് പോയിൻറ്റ്സ്, മറ്റേ ക്വസ്റ്റിനകത്തുനിന്നും കുറച്ച് പോയിൻറ്റ്സ്. അപ്പോൾ ടീച്ചർ അത് രണ്ടുകൂടി പരിഗണിച്ചിട്ട് മാർക്ക് തരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരിക്കലും നമുക്ക് മാർക്ക് കിട്ടുകയില്ല. ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ, ആദ്യം എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻ മാത്രമേ പരിഗണിക്കത്തുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ടീച്ചറെ പരിഗണിക്കുക പോലുമില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ 2 എണ്ണത്തിൽ നിങ്ങൾക്ക് കൂടുതൽ പോയിൻറ്റ്സ് അറിയാവുന്ന ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുക. അത് വേണം നിങ്ങൾ ആൻസറായിട്ട് എഴുതാനായിട്ട്. രണ്ടുകൂടി എഴുതി വെക്കാൻ ശ്രമിക്കരുത്. ഓക്കെ, ടീച്ചർ ഏതിനെ പറ്റിയാണ് പറഞ്ഞത്? ഓർ ക്വസ്റ്റ്യനുള്ള ക്വസ്റ്റ്യൻസിനെ പറ്റി മാത്രമാണ് പറയുക. 12th ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലോക്കൽ ടൈം ആൻഡ് സ്റ്റാൻഡേർഡ് ടൈം. നമുക്കറിയാം ടൈം കാൽക്കുലേഷനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കീ വേർഡുകളാണ് ലോക്കൽ ടൈമും സ്റ്റാൻഡേർഡ് ടൈമും. അപ്പോൾ അതിൻ്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത്? വാട്ട് ഈസ് ലോക്കൽ ടൈം, വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ടൈം, രണ്ടും എഴുതുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ രണ്ടിനും ഈക്വൽ മാർക്ക് വീതമായിരിക്കും ലഭിക്കുക. ലോക്കൽ ടൈം എഴുതുന്നത് കറക്റ്റ് ആണെങ്കിൽ 2 സ്കോർ അവിടെ കിട്ടും. സ്റ്റാൻഡേർഡ് ടൈം എഴുതുന്നത് കറക്റ്റ് ആണെങ്കിൽ അവിടെ 2 സ്കോർ കിട്ടും. ലോക്കൽ ടൈം മാത്രം എഴുതി വെച്ചാൽ നമുക്ക് എത്ര സ്കോറേ കിട്ടുകയുള്ളൂ? 2 സ്കോർ ഉള്ളേ. അതുകൊണ്ട് രണ്ടും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, വാട്ട് ഈസ് ലോക്കൽ ടൈം, വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ടൈം. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ ഷാഡോ നോക്കി നമ്മുടെ സണ്ണിൻ്റെ, നമ്മുടെ ആ ലൊക്കാലിറ്റിയിൽ അല്ലെ ആ ലോക്കൽ ഏരിയയിൽ വരുന്ന സണ്ണിൻ്റെ പൊസിഷൻ നോക്കി നമ്മൾ കാണുന്ന ടൈമാണ് ലോക്കൽ ടൈം. അത് ഓരോ സ്ഥലത്തും ഡിഫറെൻ്റ് ആയിരിക്കും. എന്നാൽ സ്റ്റാൻഡേർഡ് ടൈം എന്താണ്? അത് ഒരു രാജ്യത്തിന് പൊതുവായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമാണ് സ്റ്റാൻഡേർഡ് ടൈം. അത് രാജ്യത്തിൻ്റെ മിഡിലിലൂടെ പോകുന്ന, അത് സെലക്ട് ചെയ്യുന്ന ഒരു മെറിഡിയൻ കാണും, അത് സ്റ്റാൻഡേർഡ് മെറിഡിയനാണ്. സ്റ്റാൻഡേർഡ് മെറിഡിയനിലെ ലോക്കൽ ടൈമാണ് ആ രാജ്യം മുഴുവൻ ഉപയോഗിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റാൻഡേർഡ് ടൈം. അപ്പോൾ ഒരു രാജ്യത്തിന് എത്ര സ്റ്റാൻഡേർഡ് ടൈം കാണും? ഓൾമോസ്റ്റ് 1 സ്റ്റാൻഡേർഡ് ടൈം. പക്ഷേ വളരെ വിസ്തൃതമായിട്ടുള്ള ചില രാജ്യങ്ങൾക്ക് മാത്രം ടീച്ചർ പറഞ്ഞു, റഷ്യയൊക്കെ പോലുള്ള ചില വളരെ ഏരിയ കൂടിയ രാജ്യങ്ങൾക്ക് മാത്രം 1-ലധികം സ്റ്റാൻഡേർഡ് ടൈം ഉണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് ഓൾ നേഷൻസ് ഹാവ് ഓൺലി 1 സ്റ്റാൻഡേർഡ് ടൈം. അപ്പോൾ ആ രാജ്യം മുഴുവൻ ആ സ്റ്റാൻഡേർഡ് മെറിഡിയനിലെ ടൈം ഉപയോഗിക്കുന്നു. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുക. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എത്ര സ്കോർ കിട്ടത്തുള്ളൂ? 4 സ്കോർ കിട്ടത്തുള്ളൂ. അപ്പോൾ ലോക്കൽ ടൈം മാത്രം എഴുതുന്ന കുട്ടിക്ക് എത്ര സ്കോർ കിട്ടും? 2 സ്കോർ. അത് എത്ര കൂടുതൽ എഴുതിയാലും എത്രയേ കിട്ടത്തുള്ളൂ? 2 സ്കോർ. അപ്പോൾ നിങ്ങൾ ഈ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ലോക്കൽ ടൈം എന്ന് എഴുതി അണ്ടർലൈൻ ചെയ്യുക, എന്നിട്ട് വേണം അതിൻ്റെ ആൻസർ എഴുതാൻ. സ്റ്റാൻഡേർഡ് ടൈം എന്ന് എഴുതി അണ്ടർലൈൻ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ആൻസർ എഴുതുക. മറ്റൊരു രീതിയിലും ഇത് എഴുതാം. 2 കോളം വരയ്ക്കുക. ഫസ്റ്റ് കോളത്തിന് ലോക്കൽ ടൈം എന്ന് പേര് കൊടുക്കുക, സെക്കൻഡ് കോളത്തിന് സ്റ്റാൻഡേർഡ് ടൈം എന്ന് പേര് കൊടുക്കുക. ലോക്കൽ ടൈമിനെ പറ്റിയുള്ള പോയിൻറ്റ്സ് ആ കോളത്തിൽ എഴുതുക, സ്റ്റാൻഡേർഡ് ടൈമിനെ കുറിച്ചുള്ള പോയിൻറ്റ്സ് അതേ കോളത്തിൽ എഴുതുക. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് 2 കോളം വരച്ചെഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോക്കൽ ടൈം അണ്ടർലൈൻ എഴുതുക, സ്റ്റാൻഡേർഡ് ടൈം അണ്ടർലൈൻ എഴുതുക. അണ്ടർലൈനിങ് ചെയ്തതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ പേപ്പറിനെ പറ്റി ടീച്ചറിനെ ഒരു ഹയർ ഒരു ലെവലായിട്ട് തോന്നാനും നല്ല സ്കോർ നിങ്ങൾക്ക് കിട്ടാനും അത് സഹായിക്കും. നിങ്ങളുടെ പേപ്പർ വളരെ മനോഹരമായിരിക്കും. അപ്പോൾ വളരെ അത്യാവശ്യമുള്ള കീ വേർഡ്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, ഇനി 13 ക്വസ്റ്റ്യനിലേക്ക് വന്നേ. അതിന് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഒന്നാമത്തത്, വാട്ട് വേർ ദ റീസൺസ് ഫോർ റിവോൾട്ട് ഓഫ് 1857? റിവോൾട്ട് ഓഫ് 1857 നമുക്കറിയാം ഇന്ത്യയുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് അറിയുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഡിപെൻഡൻസ്. അതിനകത്ത് സോൾജിയേഴ്സ്, ദെൻ പ്രിൻസസ്, സ്റ്റേറ്റുകളുടെ രാജാക്കന്മാരെ, സോൾജിയേഴ്സ്, അതുപോലെ ലോക്കൽ പീപ്പിൾ, ദിസ് പെസൻസ്, ആർട്ടിസൻസ്, എവറി ടൈപ്പ് ഓഫ് പീപ്പിൾ ഇൻവോൾവ് ഇൻ റിവോൾട്ട് ഓഫ് 1857. ഇപ്പം മീററ്റ് തൊട്ട് ഡൽഹി വരെ വളരെ വലിയ സമരം നടന്നു. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഇതിനെപ്പറ്റി സമരം നടന്നു. അപ്പോൾ ഈ റിവോൾട്ട് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതിൻ്റെ റീസൺസ് എല്ലാം എഴുതണം. അപ്പം സോൾജിയേഴ്സിൻ്റെ റീസൺ എഴുതാം, പ്രിൻസിലി സ്റ്റേറ്റുകളുടെ റീസൺസ് എഴുതാം, അവരെന്തുകൊണ്ട് ഇതിനകത്ത് ഇൻവോൾവ് ആയി, അതുപോലെ തന്നെ പെസൻസ് എന്തുകൊണ്ട് ഇൻവോൾവ് ആയി, ആർട്ടിസൻസ് എന്തുകൊണ്ട് ഇൻവോൾവ് ആയി, വിമൻ എന്തുകൊണ്ട് ഇൻവോൾവ് ആയി, ഇങ്ങനെ എല്ലാ
പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ റീസൺസ് എഴുതുക. ഓക്കെ, അപ്പോൾ ഫോർ സെൻറ്റൻസ് എന്ന് മാത്രമല്ല 4 or more സെൻറ്റൻസസ് കൂടുതലും നിങ്ങൾക്ക് എഴുതാം. ഇനി അത് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. ഇന്ത്യ ഫോളോയിങ് വിച്ച് ടൈപ്പ് ഓഫ് ഇക്കോണമി, എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി. ഇന്ത്യ ഏത് ടൈപ്പ് ഇക്കോണമിയാണ് ഫോളോ ചെയ്യുന്നത്? എത്ര ടൈപ്പ് ഇക്കോണമി ഉണ്ട്? 3 ടൈപ്പ് ഉണ്ട് അല്ലേ? ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, സോഷ്യലിസ്റ്റ് ഇക്കോണമി, മിക്സ്ഡ് ഇക്കോണമി. ഇതിലേതാണെന്നുള്ളതാണ് ആദ്യത്തെ സെൻറ്റൻസ്. അത് എഴുതിയില്ലെങ്കിൽ നമ്മുടെ ഒരു സ്കോർ അങ്ങ് പോകും. എന്താണ് എഴുതേണ്ടത്? ഇന്ത്യ ഫോളോ മിക്സ്ഡ് ഇക്കോണമി, മിക്സ്ഡ് ഇക്കണോമിക് സിസ്റ്റം. അതിന് 1 മാർക്ക് കിട്ടി. ഇനി നമുക്ക് 3 മാർക്ക് കൂടിയുണ്ട്. അത് എന്തെഴുതുമ്പോഴാണ് നമുക്ക് ലഭിക്കുക? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മിക്സ്ഡ് ഇക്കോണമി. മിക്സ്ഡ് ഇക്കോണമിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു 4-5 എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതങ്ങോട്ട് എഴുതി വെക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയി, നമുക്ക് ഫുൾ മാർക്കും കിട്ടി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫസ്റ്റിലേ എഴുതുക, മിക്സ്ഡ് ഇക്കോണമി എന്നുള്ളത് എഴുതുക. അതിനാണ് നമുക്ക് 1 സ്കോർ കിട്ടുക. ബാക്കി 3 സ്കോറാണ് നമുക്ക് ഏതിന് കിട്ടുക? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മിക്സ്ഡ് ഇക്കോണമി എഴുതുന്നതിന്. ഇന്ത്യൻ ഇക്കോണമിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനും മിക്സ്ഡ് ഇക്കോണമിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനും ഒരേ കാര്യമാണ്, സെയിം പോയിന്റ്സ് ആണ്. അത് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് 4 സ്കോറിൻ്റെ 2 ക്വസ്റ്റ്യൻ ആണ് നമുക്കുണ്ടാവുക. അത് 2 വ്യത്യസ്തമായിട്ടുള്ള 2 ചാപ്റ്ററിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഒന്ന് ഹിസ്റ്ററി ആയിരിക്കാം, മറ്റേത് ജോഗ്രഫി ആയിരിക്കാം. അങ്ങനെയും വരാം കേട്ടോ. ടീച്ചർ അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജോഗ്രഫി എന്നുള്ളതാണ് 12ാമത്തെ ക്വസ്റ്റ്യൻ, ഹിസ്റ്ററി എന്നുള്ളതാണ് 13ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമുക്ക് വലിയ ചോദ്യങ്ങളിലേക്ക് കയറാം. ഇതാണ് നമ്മുടെ പ്രസ്റ്റീജിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആൻസർ നന്നായിട്ട് എഴുതുന്ന കുട്ടിയാണ് A+ ലെവലിലെത്തുക. ഓക്കെ, അപ്പോൾ 5 സ്കോർ ക്വസ്റ്റ്യൻസ് ഒരിക്കലും നമ്മൾ അതിനെ വില കുറച്ച് കാണാൻ പാടില്ല. കാരണം 5 സ്കോറാണ് നമുക്ക് കിട്ടുന്നത്. ആ 5 സ്കോർ ഒരെണ്ണത്തിൻ്റെ 2 എണ്ണത്തിന് പോയാൽ നമ്മുടെ ടോട്ടൽ മാർക്കിൽ 5 or 10 മാർക്കാണ് കുറയുക. നമ്മളൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സ്കോർ 1 സ്കോറേ കിട്ടുന്നുള്ളൂ. എന്നാൽ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 സ്കോർ കിട്ടും. അത് എത്രമാത്രം എഴുതണമെന്ന് ചില കുട്ടികൾ ചോദിക്കാറുണ്ട്. ഞാൻ പറയുന്നു, അതിന് നമ്മളൊരു ലിമിറ്റ് ഇല്ല. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസേഴ്സ് എത്രമാത്രം അറിയാവോ മൊത്തം എഴുതി വെക്കുക. അതാണ് നമ്മുടെ നിങ്ങൾക്ക് തരാനുള്ള ഉപദേശം. എത്രയും എഴുതുക. അവിടെ ഒരിക്കലും നമുക്കൊരു ഇൻസ്ട്രക്ഷൻ ഇല്ല, യു ഹാവ് ടു റൈറ്റ് 4 സെൻറ്റൻസ് 5 സെൻറ്റൻസ്. നോ, ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ ഇവിടെ ഇപ്പുറത്തുണ്ട് കേട്ടോ. നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറന്നു പോകരുത്. 14, ക്വസ്റ്റ്യൻ നമ്പർ 14. എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് ദ ഫോളോയിങ് ഡേറ്റ്സ്. നമുക്കറിയാം നമ്മുടെ എർത്തിൻ്റെ റൊട്ടേഷൻ, സണ്ണിൻ്റെ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ്, അതിലേറ്റവും പ്രധാനപ്പെട്ട 4 ഡേറ്റുകളാണ് തന്നിരിക്കുക. മാർച്ച് 21, ജൂൺ 21, സെപ്റ്റംബർ 23, ഡിസംബർ 22. എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇത് ഓരോന്നിൻ്റെയും ഇമ്പോർട്ടൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഇത് കീ വേർഡുകളെ അണ്ടർലൈൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. എസ്സേ ചോദ്യം എഴുതുമ്പോൾ എപ്പോഴും കീ വേർഡുകളെ നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. മാർച്ച് 21 എന്ന് എഴുതി അണ്ടർലൈൻ ചെയ്യുന്നു. അതിൻ്റെ ബിലോ എന്തൊക്കെ എഴുതാം? ഇറ്റ് ഈസ് ഇക്വിനോസ് ആണ് അല്ലേ? അവിടെ എവിടെയായിരിക്കും സൂര്യൻ്റെ പൊസിഷൻ? ദ സൺ ഈസ് വെർട്ടിക്കലി ഓവർ ദ ഇക്വേറ്റർ, ഈക്വൽ ഡേ ആൻഡ് ഈക്വൽ നൈറ്റ്. 3 കാര്യങ്ങൾ എഴുതിയില്ലേ? ജൂൺ 21 എന്ന് എഴുതി അണ്ടർലൈൻ ചെയ്യുക. എന്തൊക്കെയാണ് എഴുതേണ്ടത്? ഇറ്റ് ഈസ് സമ്മർ സോൾസ്റ്റിസ്, സൺസ് പൊസിഷൻ വെർട്ടിക്കലി എബവ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ലോങ് ഡേയ്സ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ഷോർട്ട് നൈറ്റ്സ്. ലോങ് ഡേ ആൻഡ് ഷോർട്ട് നൈറ്റ്സ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. ഓക്കെ, ദെൻ സെപ്റ്റംബർ 23 ഏതിന് സെയിം ആണ്? മാർച്ച് 21 സെയിമാണ്. ഇക്വിനോസ്, സൺ ഈസ് വെർട്ടിക്കലി എബവ് ഇക്വേറ്റർ, ഈക്വൽ ഡേ ആൻഡ് ഈക്വൽ നൈറ്റ്. ഓക്കെ, ഡിസംബർ 22 എങ്ങനെ എഴുതണം? ഇറ്റ് ഈസ് വിൻ്റർ സോൾസ്റ്റിസ്. ഓക്കെ, ഫസ്റ്റ് സെൻറ്റൻസ്. സെക്കൻഡ് സെൻറ്റൻസ് എന്താണ്? ദ ഡേ ആർ ലോങ് ഇൻ ദ ഏത് ഹെമിസ്ഫിയറിലാണ്? സൗത്തേൺ ഹെമിസ്ഫിയർ. ആൻഡ് ഷോർട്ട് നൈറ്റ്സ്. സൗത്തിൽ ഡേ കൂടുതലായിരിക്കും. കാരണം ഡിസംബർ 22 സണ്ണിൻ്റെ പൊസിഷൻ കൂടി എഴുതുക. ദ സൺ ഈസ് വെർട്ടിക്കലി ഓവർ ട്രോപ്പിക് ഓഫ് കേപ്രിക്കോണില്ല. അതുകൊണ്ട് സൗത്ത് ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? ലോങ് ഡേ ആൻഡ് ഷോർട്ട് നൈറ്റ്, സൗത്തേൺ ഹെമിസ്ഫിയർ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. നമ്മുടെ ആ
ടീച്ചർ നിങ്ങൾക്ക് വരച്ച് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിരുന്ന ടീച്ചറിൻ്റെ ഒരു എർത്തിൻ്റെ ഒരു ചിത്രവും ഈ ഡേറ്റുകളും ഒക്കെ എഴുതിയ ഒരു ഡയഗ്രം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ആ ഡയഗ്രം എടുത്ത് പഠിക്കുക. ഓക്കെ, ഇനി നമ്മുടെ 15th ക്വസ്റ്റ്യൻ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ബ്രീഫിലി ട്രൈബൽ റിവോൾട്ട് എഗനിസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ട്രൈബൽ റിവോൾട്ടുകളെ പറ്റി, അവരുടെ ബ്രിട്ടീഷുകാരെ റെസിസ്റ്റ് ചെയ്ത ട്രൈബൽസ്. അപ്പോൾ ട്രൈബൽസ് റെസിസ്റ്റ് ചെയ്യാനുള്ള റീസൺ എഴുതണം. ട്രൈബൽസിന് എന്തായിരുന്നു പ്രോബ്ലം, അവർക്ക് 2-3 പ്രോബ്ലംസ് നമുക്ക് എടുത്തു പറയേണ്ട പ്രോബ്ലംസ് ഉണ്ടല്ലേ, ആ പ്രോബ്ലം എഴുതുക. ദാറ്റ് വാസ് ദ റീസൺ ഫോർ ട്രൈബൽ റിവോൾട്ട്. പിന്നെ ട്രൈബൽ റിവോൾട്ടുകളുടെ പേരുകൾ എഴുതുക. സന്താൾ റിവോൾട്ട്, മുണ്ട റിവോൾട്ടിൻ്റെ ലീഡറിൻ്റെ പേരെഴുതാം. അങ്ങനെയുള്ള ആ ട്രൈബൽസ് എന്താണ് റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് അവരെന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്തത്, ഇതെല്ലാം കൂടി എഴുതുമ്പം അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ട്രൈബൽ റിവോൾട്ട് എഴുതുമ്പോൾ നമ്മൾ കീവേഡുകളായിട്ട് ഏതൊക്കെ എഴുതണം? റീസൺസ് ഫോർ ട്രൈബൽ റിവോൾട്ട്, ദെൻ ഇമ്പോർട്ടൻറ്റ് ട്രൈബൽ റിവോൾട്ട്, ദെയർ നെയിംസ് എന്ന് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്യുക. ദെൻ ദ ലീഡേഴ്സ്, ഇമ്പോർട്ടൻറ്റ് ട്രൈബൽ റിവോൾട്ട് ലീഡേഴ്സ്. ഓക്കെ, അങ്ങനെ കീവേഡുകൾക്ക് അണ്ടർലൈൻ ചെയ്ത് ആ കാര്യങ്ങൾ എഴുതുക. ഓക്കെ, 15th ക്വസ്റ്റ്യൻ നമുക്കൊരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. എക്സ്പ്ലെയിൻ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു ദ റൈസ് ഓഫ് ഇന്ത്യൻ നാഷണലിസം ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് റൂളിൻ്റെ സമയത്ത് ഇന്ത്യൻ നാഷണലിസം പ്രൊമോട്ടായി അല്ലേ, ഇന്ത്യൻ നാഷണലിസം പ്രൊമോട്ടായി. അതിൻ്റെ സർക്കംസ്റ്റാൻസസ് എത്ര പോയിൻറ്റ്സ് ഉണ്ട്? 5 പോയിൻറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഇക്കണോമിക് റീസൺസ്, ദെൻ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, അങ്ങനെ പറയുന്ന ഒരു 5 റീസൺസ് അവിടെ തന്നിട്ടുണ്ട്. ആ വീഡിയോയിൽ ടീച്ചർ നന്നായിട്ട് അത് പറയുന്നുമുണ്ട്. അപ്പോൾ അത് കീവേഡുകൾ എഴുതിയിട്ട് എക്സ്പ്ലനേഷനും എഴുതണം. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എന്നാണ് നിങ്ങൾ കീവേഡ് എഴുതുന്നെങ്കിൽ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണം. കീവേഡുകളുടെ അടിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്യണം. 5 കീവേഡുകൾ ഉണ്ടായിരിക്കും അവിടെ. ഈ 5 വേർഡിൻ്റെ അടിയിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ട് വേണം എന്തെഴുതാൻ? അതിൻ്റെ പോയിൻറ്റ്സ് എഴുതാൻ. വെറുതെ കീവേഡുകൾ മാത്രം എഴുതി വെച്ചാൽ പോരാ എന്ന് വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കീവേഡുകൾ എഴുതി അതിനൊരു ചെറിയ എക്സ്പ്ലനേഷൻ കൂടി നിങ്ങൾ സെൻറ്റൻസുകൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, പിന്നെ നമ്മുടെ ന്യൂസ് പേപ്പർ, ഇങ്ങനെ ഓരോ 1 by 1 ആയിട്ട് എഴുതുക. ഓക്കെ, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ കുറേ പോയിൻറ്റ്സ് അവിടെ തരുന്നുണ്ട്. 5 എണ്ണമാണ് നമ്മുടെ പോയിൻറ്റ്സ്. അപ്പോൾ ഇത്രയുമായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്. അതിനകത്ത് ജോഗ്രഫി എന്നുള്ള, ഇവിടെ നോക്കിക്കേ, ഈ 5 മാർക്കുള്ള ക്വസ്റ്റ്യൻസിൽ ഒന്ന് ഏതാണ്? ജോഗ്രഫിയാണ്. ഒന്ന് ഹിസ്റ്ററിയാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ചാപ്റ്ററിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസിനെ ഒരു നീതിപൂർവം നിങ്ങൾക്ക് കാണും. എല്ലാ ക്വസ്റ്റ്യൻസും പല ചാപ്റ്ററിൽ നിന്നായിരിക്കും നമുക്ക് വരിക. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നന്നായിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ നാളെ അടുത്ത ദിവസത്തെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് പോവുക. എല്ലാവർക്കും നമ്മുടെ എല്ലാ ആശംസയും നൽകുന്നു. നിങ്ങൾക്ക് സോഷ്യൽ സയൻസിനെ ഫുൾ മാർക്ക് കിട്ടട്ടെ, A+ മാർക്ക് കിട്ടട്ടെ എന്ന് ടീച്ചർ ആശംസിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ആരെങ്കിലും നമ്മുടെ ടീച്ചറിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. May God bless you all. Thank you children. Thank you.